Again, Jose Abrahamine പറ്റിയിട്ട് പറയുന്നുണ്ട്. Jose Abraham, when writing about Swadeshabhimani Vakkam Maulavi, when people's rights and privileges were not respected by state bureaucrats, no one dared to raise voice against it and bring it to the attention of the Maharaja. So, നമുക്കറിയാം, നമ്മൾക്ക് കേരള റിനൈസൻസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ചാനാർ ലഹള നടന്നിട്ടുണ്ട്, കുറിച്ചർ ലഹള നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് ആ സമയത്ത് നടന്നിട്ടുള്ളത്? 1905 നമുക്ക് ബംഗാൾ പാർട്ടീഷനാണ് ഇന്ത്യയിൽ നടക്കുന്നത്. നമുക്കിവിടെ കുറേ മൂക്കുത്തി സമരം, അച്ചിപ്പുടവ സമരം നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടാവും. സോ ഓൾ ദീസ് ആർ ഫോർ അവർ റൈറ്റ്സ്. ഒന്ന്, നമുക്ക് ദേഹത്ത് നമ്മുടെ നഗ്നത മറയ്ക്കാനുള്ള, മുണ്ടിടാനുള്ള അവകാശം. ഒരാളുടെ അവകാശമാണ് അത്, ദേഹത്ത് നാണം മറയ്ക്കുക എന്നുള്ളത്. അപ്പം അത് ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ ഡ്രസ്സ് ഇടണ്ടെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കുക. ഒരു പ്രത്യേക വിഭാഗം സ്ത്രീകൾ ഇങ്ങനെ ചെയ്യണ്ട. ഇനി നിങ്ങൾ ഇന്ന ആളുകളാണ്, നിങ്ങൾ കല്ലുകൊണ്ടുള്ള മാല മാത്രം ധരിച്ചാൽ മതി. അപ്പോൾ നമുക്കും ഉണ്ടാവില്ലേ ഇന്നത്. അപ്പം നിങ്ങളോട് പറയണം, നിങ്ങൾ ഇനി തൊട്ട് ഗോതമ്പ് മാത്രം കഴിച്ചാൽ മതി, ഗോതമ്പ് ഒന്നും ചെയ്യരുത്, പ്യുവർ ഗോതമ്പ് അങ്ങനെ തന്നെ എടുത്ത് കഴിക്കുക, നിങ്ങൾക്ക് വേറെ ഒന്നിനും റൈറ്റ്സ് ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. കാരണം വി ആർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് വി ഹാവ് അവർ ഓൺ ടേസ്റ്റ് ആൻഡ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. എനിക്കിത് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമാണെന്ന് പറയാം നമ്മൾ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ലിബേർട്ടിയാണത്. സോ ഈ ഇഷ്ടങ്ങളിനൊക്കെ വെൻ ഇറ്റ് ഈസ് ഡിനൈഡ്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഈ ഇഷ്ടങ്ങൾ നമുക്ക് ഇതേന പോകണം, നമ്മളെ അതേന വിടുന്നില്ല, നമുക്ക് വിടിരിക്കാൻ പറ്റില്ല. അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. വീട്ടിൽ തന്നെ നമുക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്, പിന്നെയാണോ നാട്ടിലിറങ്ങിയിട്ടുള്ള കാര്യം. അങ്ങനെയുള്ളൊരു കാലത്ത് അങ്ങനെയുള്ള കുറേ കടമ്പകളെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്വദേശാഭിമാനി ഇതിൽ ജോസ് എബ്രഹാം പറയുന്നത്. അങ്ങനത്തെയുള്ള ഡിസ്ലൈക്സിനെ ബ്യൂറോക്രാറ്റ്സ് ഇതിനെതിരെ ഒന്നും മിണ്ടാണ്ടായി. ജനങ്ങൾക്ക് ഈ ഇഷ്ടങ്ങൾ, ജനങ്ങളുടെ അവകാശങ്ങളൊന്നും നേടിക്കൊടുക്കാതെ സ്റ്റേറ്റ് ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ അധികാരികൾ അത് മിണ്ടാതിരിക്കുക, മഹാരാജാവ് അത് കാണാത്ത പോലെ ഇരിക്കുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്പർദ്ധയുണ്ടെങ്കിൽ അതിനെ ആളിക്കത്തിച്ച് അതിനൊരു റിവോൾട്ടാക്കി അതിനെതിരെ ശബ്ദമുയർത്തി മാത്രമേ, നമ്മൾ കേട്ടിട്ടുണ്ട് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന്. അപ്പോൾ ശബ്ദമുയർത്തിയിട്ട് അത് നേടിയെടുക്കുക തന്നെ വേണം. അതാണ് ഇവിടെ വക്കം മൗലവി ചെയ്തത്. കാരണം ആ ഒരു സമയം വരെ ദർ വാസ് നോ ജേർണൽസ് ഇൻ ട്രാവൻകൂർ. ആ സമയത്ത് അവിടെ ഒരു പത്രം പോലും ഉണ്ടായിരുന്നില്ല ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് വാസ് ദ ഗ്യാപ്പ് ദാറ്റ് സ്വദേശാഭിമാനി പ്രോമിസ് ടു ഫിൽ. സോ ആ ഒരു ഗ്യാപ്പ്, അതായത് ആ ഒരു കുറവേ ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നുള്ളൂ, അത് അങ്ങോട്ട് തീർത്തു. ചട്ടമ്പി സ്വാമികൾ വന്നു, നമ്മളിങ്ങനെ സംഘടനകൾ ഉണ്ടാക്കുന്നു, വൈകുണ്ഠസ്വാമികൾ വരുന്നു, സംഘടനകൾ ഉണ്ടാക്കുന്നു. ആൻഡ് നമുക്കറിയാം നിരക്ഷരനായിട്ടുള്ളൊരു സോഷ്യൽ റിനൈസൻസ് ലീഡറാണ് അയ്യങ്കാളി എന്നുള്ളത്. പക്ഷേ ഒരു പത്രം ട്രാവൻകൂറിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് അതുകൊണ്ട് സ്വദേശാഭിമാനി പ്രോമിസ് ടു ഫിൽ ദാറ്റ് ഗ്യാപ്പ്. അത് ഫിൽ ചെയ്തു. ഒരു പത്രം ഇല്ല എന്നല്ലേ ഉള്ളൂ, അതാ വന്നു. ദെൻ ത്രൂ എഡിറ്റോറിയൽസ് ആൻഡ് കോളംസ് പീപ്പിൾസ് റൈറ്റ്സ് that were challenged and denied were highlighted. അതുവരെ ജനങ്ങളുടെ അവകാശങ്ങൾ, അതായത് അത് ഒന്നുകിൽ അവർ ഉറക്കെ പറയാതിരുന്ന, അല്ലെങ്കിൽ അവർ പേടിച്ച് ഒളിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കപ്പെട്ട ഇതിനെ പറ്റിയിട്ടൊക്കെ പത്രങ്ങൾ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഇത് ആറിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും? ഗവൺമെൻറ്റിനെ, രാജാവിനെ, സ്റ്റേറ്റ് ബ്യൂറോക്രാറ്റിനെ എല്ലാവരും എഫക്റ്റ് ചെയ്തു. സോ നമുക്കറിയാം സ്വദേശാഭിമാനിയുടെ ഒരു ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ഭയകൗടില്യ ലോപങ്ങൾ വളർത്തില്ല ഒരു നാടിനെ എന്ന് കേട്ടിട്ടുണ്ടാവും. സോ ഫിയർ, ക്രൂക്കഡ്നെസ് ആൻഡ് ഗ്രീഡ് വിൽ നോട്ട് ബിൽഡ് എ കൺട്രി. ഭയകൗടില്യ ലോപങ്ങൾ വളർത്തില്ല ഒരു നാടിനെ. അപ്പോൾ നമുക്ക് പേടിച്ചിരുന്നാലോ, അല്ലെങ്കിൽ ജനങ്ങളുടെ പേടിയോ, അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിൻ്റെ ക്രൂക്കഡ്നെസ്സോ, അല്ലെങ്കിൽ രാജാക്കന്മാരുടെ അധികാരക്കൊതിയോ ഒന്നും തന്നെ ഒരു നാടിനെ വളർത്തില്ല, അതൊരു നാടിനെ താഴ്ത്തിക്കാക്കുക ചെയ്യുള്ളൂ. സോ ഹി പ്രിൻറ്റഡ് അണ്ടർ ദ മാസ്റ്റ് ഹെഡ് ഓഫ് സ്വദേശാഭിമാനി. ഇവിടെ സ്വദേശാഭിമാനിക്ക് ഇവർ പറഞ്ഞു ഭയകൗടില്യ ലോപങ്ങൾ വളർത്തില്ലൊരു നാടിനെ. ഇത് വെച്ചിട്ടാണ്. സോ ബൈ റീഡിങ് ദിസ്, ബൈ മേക്കിംഗ് പീപ്പിൾ ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ് ആൻഡ് ബൈ മേക്കിംഗ് ദം റീഡ് ന്യൂസ് പേപ്പേഴ്സ്, ജനങ്ങൾ ദേ ബിഗാൻ ടു റിയലൈസ് ഇതൊക്കെ ഞങ്ങളുടെ റൈറ്റ്സാണ്, ഇവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളിട്ട് മേയ്ക്കാണ്. അപ്പോൾ ഇനി ഞങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇതിൻ്റെ ആവശ്യമില്ല. വി ആർ നോ ലോങ്ങർ റെഡി ടു yield ആൻഡ് ടു ഒബേ. Okay, this is the impression that Vakkam Abdul Qadir Maulavi made on people. Okay,
So today when we mention സ്വദേശാഭിമാനി everyone immediately relates to its editor അല്ലേ? നമ്മളെപ്പോഴും നമ്മളടക്കം അതായത് സ്വദേശാഭിമാനി എന്ന് കേൾക്കുമ്പോഴേ നമ്മളുടെ മനസ്സിലേക്ക് ആരാ വരിക? നോട്ട് വക്കം അബ്ദുൽ ഖാദർ മൗലവി, നമ്മുടെ മനസ്സിൽ രാമകൃഷ്ണപിള്ള. സോ the story of Vakkam Maulavi or Swadeshabhimani does not start or end with Ramakrishna Pillai. നമ്മൾ പറയാം എന്താണ് സ്വദേശാഭിമാനിയെ കണ്ടുകെട്ടി രാമകൃഷ്ണ പിള്ളയെ എന്താണ് ഓടിച്ചു വിട്ടു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുമ്പോൾ ഹിസ് സ്റ്റോറി ഡസൻറ്റ് എൻഡ് ദേർ എന്നാണ് പറയുന്നത്. The men were unique as journalists. അപ്പോൾ രണ്ടുപേരെയും പറ്റി പറയാണ്, രണ്ടുപേരും വളരെ യൂണീക്കായിട്ടുള്ള ജേർണലിസ്റ്റുകളായിരുന്നു. രണ്ടുപേർക്കും they had their own stories അല്ലേ? അവർക്ക് അവരുടെ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്, അവരുടെ രീതികൾ തന്നെ വേറെയായിരുന്നു. Then Vakkam Maulavi's journalistic contributions both before and after his association with Ramakrishna Pillai have not been given the credit they deserve. അപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ആർട്ടിക്കിൾസിന് വേണ്ടത്ര വിധം ശ്രദ്ധ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നാണ് ഇവിടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മകനായിട്ടുള്ള സബിൻ ഇക്ബാൽ പറയുന്നത്. സോ വെൻ ഹി ഡിസൈഡഡ് ടു ലോഞ്ച് ദ വീക്കിലി he had not met Ramakrishna Pillai, who in fact was the second editor of the newspaper. We know that. Vakkam Maulavi himself was competent enough and his pen sharp enough to make Swadeshabhimani a spearhead in political journalism, but he had other calls in his life. So പക്ഷേ ജേർണലിസം മാത്രമായിരുന്നില്ല വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഒരു എന്താ പറയുക കോൾ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഹി ഹാസ് മെനി തിങ്സ് ടു ഡു. സോ സ്വാഭാവികമായിട്ടും നമ്മളെന്ത് ചെയ്തു? സ്വദേശാഭിമാനിയെ കണ്ടുകെട്ടി രാമകൃഷ്ണപിള്ളയാണ് നമുക്ക് എന്താണ് കേരളത്തിൽ പത്രപ്രവർത്തനത്തിന് വേണ്ട സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഒരു കണ്ടൻറ്, അല്ലെങ്കിൽ ഹൗ ടു റൈറ്റ് ദ ന്യൂസ് നറേറ്റീവ്സ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളെപ്പോഴും വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ മറന്നു പോകുന്നു. ബിക്കോസ് ഇത് മാത്രമല്ലായിരുന്നു, അവർക്ക് ഒരുപാട് കുറേ കാര്യങ്ങളും കൂടി ചെയ്യണമായിരുന്നു. ഓക്കെ, so the essay is concluding by saying that there is a crisis that brings out the true character of a man, അല്ലേ? സോ ഒരാളുടെ ഒരു ട്രൂ നേച്ചർ മനസ്സിലാവണമെങ്കിൽ അയാൾ ഏറ്റവും നല്ല ക്രൈസിസിൽ, അയാളുടെ തന്നെ ലൈഫിൽ ഏറ്റവും വലിയ ക്രൈസിസിൽ ആയിരിക്കുമ്പോഴാണ് അയാൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നമ്മൾ അയാളുടെ ഒരു ട്രൂ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുക. വി ഹിസ് ഫാമിലി ആർ പ്രൗഡ് ഓഫ് വാട്ട് ഹി ഡിഡ്. സോ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലുള്ള ആളുകളാണ്. അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ വളരെ അഭിമാനമുള്ളവരാണ്. ആൻഡ് വാട്ട് ഹി ഡിഡ്, he was faced with adversity in the form of royal decree to shut down the press. So പ്രസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രി വന്നപ്പോൾ ഹൗ ഹി ഫേസ്ഡ് ഇറ്റ് എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് അഡ്മയർ ചെയ്യുന്ന കാര്യമാണ്. നമുക്കിനി അത് നോക്കാം. വെൻ ദ കിങ് ഓഫ് ട്രാവൻകൂർ ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ദിവാൻ സപ്രസ്ഡ് സ്വദേശാഭിമാനി കോൺഫിസ്കേറ്റഡ് ദ പ്രസ് ആൻഡ് സെൻറ്റ് ദ എഡിറ്റർ ഇൻ ടു എക്സൈൽ, വക്കം മൗലവി refused to apologize for what he stood for. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ചെയ്തു. അതായത് ഇവനാണ് ഇതിൻ്റെ ഓണർ. ഇവൻ്റെ എഡിറ്ററിനെ പിടിച്ച് എക്സൈൽ ചെയ്യുക, നാട് കടത്തി, അതുപോലെ പത്രം അടപ്പിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും വക്കം മൗലവി, നമ്മളാരും ചിന്തിച്ചില്ല. അപ്പോൾ വക്കം മൗലവി എവിടെ പോയി? ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഇയാൾ എവിടെ പോയി, ഇയാൾക്ക് എന്ത് പറ്റിയെന്ന് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് അയാളെ പറ്റിയിട്ട് ഒന്നും നമ്മളോട് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നില്ല. സോ ഇവിടെ പറയുന്ന ഹി റെഫ്യൂസ് ടു അപ്പോളജൈസ്. രാജാവ് നേരിട്ട് വന്ന് മാപ്പ് പറയാൻ പറഞ്ഞപ്പോഴും മാപ്പ് പറയാനായിട്ട് അയാൾ അതിന് തയ്യാറായിരുന്നില്ല. വക്കം മൗലവി റെഫ്യൂസ് ടു അപ്പോളജൈസ് ഫോർ വാട്ട് ഹി സ്റ്റുഡ് ഫോർ. ഓക്കെ, സോ ലൂസിങ് ദ പ്രസ് മെൻറ്റ് എ ഹ്യൂജ് ഫിനാൻഷ്യൽ ലോസ്. അല്ലേ, നമുക്കറിയാം ഒരു പത്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു പ്രസ് വേണം. ആ പ്രസ് ദിവാനും രാജാവും കൂടി അടപ്പിച്ചു. സോ ഇറ്റ്സ് എ പേഴ്സണൽ ഹ്യൂജ് ഫിനാൻഷ്യൽ ലോസ് അല്ലേ. സോ ബട്ട് ഹീ വെൻ്റ് ഓൺ ടു പബ്ലിഷ് ദീപിക. അപ്പോൾ അതോടുകൂടി നിർത്തുന്നതാണ് വിചാരിച്ചത്, പക്ഷേ ഇദ്ദേഹം നിർത്തിയില്ല. ഹീ വെൻ്റ് ഓൺ ടു പബ്ലിഷ് ദീപിക അൽ ഇസ്ലാം. എന്തിനാണ്? ഇൻ ഓർഡർ ടു ക്ലീൻ അപ്പ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി. സോ ഇൻ ഓർഡർ ടു ക്ലീൻ അപ്പ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ഹി സ്റ്റാർട്ടഡ് എഗെയിൻ. ഇതിലൊന്നും നിന്നില്ല. ദീപിക ചിലപ്പോൾ അറിയാലോ, ആ സമയത്ത് ഇങ്ങനെ ഒരാൾ എതിർത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ എതിർപ്പുകൾ വന്നിരിക്കാം.
So he worked hard for the upliftment of Muslim community, especially for women. So the only journalist by profession among his grandchildren, I have seen my career many stories being spiked and suppressed due to the intervention of the management. സോ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ പറ്റി പറയുന്നതിനേക്കാൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയിട്ട് ഒരുപാട് സ്റ്റോറീസ് അവിടെ ഇവിടെയായിട്ട് മുളച്ചു നിൽക്കുന്നതും അതിനൊക്കെ സപ്രസ് ചെയ്യാൻ മാനേജ്മെൻറ്റ് വന്ന് സപ്രസ് ചെയ്യണതും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താ, ഞാനാണ്, നമുക്ക് പത്രപ്രവർത്തകരെ അറിയാലോ, സബിൻ ഇക്ബാൽ ഈസ് ദ ഓൺലി ജേർണലിസ്റ്റ് ഇൻ ഹിസ് ഫാമിലി. സോ he occasionally meet with this kind of incidents. So while Ramakrishna Pillai, editor of the Swadeshabhimani, remains as a hero today. So what is about this for unfortunate Vakam Maulavi who founded the newspaper? ഇപ്പോൾ ഫൗണ്ട് ചെയ്ത ആളിന് അല്ലെങ്കിൽ അയാൾക്ക് ഇമ്പോർട്ടൻസ് തീരെ കൊടുക്കാതെ എഡിറ്ററുടെ പേരാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ മാനേജ്മെൻറ്റ് കൃത്യമായിട്ടുള്ള അഭിലാഷങ്ങളും കൃത്യമായിട്ടുള്ള റോളുകളും ഉണ്ട് എന്നാണ് ഈ സബിൻ ഇക്ബാൽ പറയുന്നത്. ഓക്കെ, സോ ഹീ ഈസ് കോട്ടിങ് ദ അതർ പേഴ്സൺ ആൻഡ് അനദർ പേഴ്സൺ ആസ് ഷിമാമാൻഡ നെഗോസി അഡീഷി, ഇതാണ് അയാളുടെ പേര്, ഷിമാമാൻഡ Negosi Adishi. He rightly says that power is the ability not just to tell the story of another person. So what is meant by power? പവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്റ്റാറ്റസിൽ ഇരുന്നിട്ട് മറ്റുള്ളവരോട് അങ്ങട് ചാടടാ ഇങ്ങട് ചാടടാ എന്ന് പറയുന്ന ആ ഒരു കാര്യമല്ല അധികാരം എന്നത്. സോ പവർ ഈസ് നോട്ട് ജസ്റ്റ് ടു ടെൽ ദ സ്റ്റോറി ഓഫ് അൻ അനദർ പേഴ്സൺ. ഇനി മറ്റുള്ളവരുടെ കാര്യങ്ങൾ കഥകൾ ഇങ്ങനെ വിശദീകരിച്ചൊരു മേൽത്തട്ടിലിരുന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ച് എലാബറേറ്റ് ചെയ്യുന്നതും അല്ല പവർ എന്ന് പറയുന്നത്. ബട്ട് ടു മേക്ക് ഇറ്റ് ദ ഡെഫിനറ്റ് സ്റ്റോറി ഓഫ് ദാറ്റ് പേഴ്സൺ. സോ ഇൻ ഓർഡർ ടു വെൻ വി ആർ ഇൻ സെർച്ച് ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റോറി ഓർ എ പെർട്ടിക്കുലർ പേഴ്സൺ, മേക്ക് ദ എക്സാക്ട് സ്റ്റോറി ഓഫ് ദാറ്റ് പേഴ്സൺ. അതായത് പത്രങ്ങളിലെ ന്യൂസിലൊക്കെ നമ്മൾ കാണുന്ന, നമ്മൾ വാർത്തകൾ വായിക്കുന്നുണ്ടാവാം, ന്യൂസ് ചാനലിൽ ന്യൂസുകൾ കേൾക്കുന്നുണ്ടാവും, ആൻഡ് ഇറ്റ്സ് നോട്ട് ദ റിയൽ ന്യൂസ്. അതായത് നമ്മളിപ്പോൾ കേൾക്കുകയാണ് എറണാകുളം മൊത്തം മുങ്ങി. 2018 ഒരു ന്യൂസ് ഹെഡ്ലൈനാണ് എറണാകുളം ചാലക്കുടി മുങ്ങി. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചാലക്കുടി മൊത്തത്തിൽ മുങ്ങിയിട്ടില്ല, എറണാകുളം മൊത്തത്തിൽ മുങ്ങിയിട്ടില്ല. സോ വാട്ട് ദ ചാനൽസ് ആർ ഹൈലൈറ്റിംഗ് ഓൺലി ദ പിക്സ് ആൻഡ് വീഡിയോസ് ഓഫ് ദ ഫ്ലഡഡ് പാർട്ട്, അല്ലേ? ആ വാട്ടർ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, വെള്ളം വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളും ആ ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. തൃശ്ശൂരിൻ്റെ പകുതി മുങ്ങി, പക്ഷേ സ്റ്റിൽ അവിടെയും ജനജീവിതം ഓക്കെയാണ്. പക്ഷെ നമ്മൾ കാണുന്നത്, നമ്മളിങ്ങനെ പേടിക്കണത്, നമ്മളെ പേടിപ്പെടുത്തുന്നത്. സോ വാട്ട് ദ മീഡിയ ഈസ് ഡൂയിങ്. സോ ഹിയർ സബിൻ ഇക്ബാൽ ഈസ് എന്താ പറയുക, മോക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പത്രപ്രവർത്തനത്തിന്. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ സ്റ്റോറി പറയാമെന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ പവർ എന്ന് പറയുന്നത്, ഇറ്റ്സ് ടു മേക്ക് ദ ഡെഫിനറ്റീവ് സ്റ്റോറി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അപ്പോൾ നമ്മളോട് തുടക്കത്തിലേ പറഞ്ഞു മൗലവിയുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് മൗലവിയുടെ ഫോട്ടോ അല്ല. എന്തിനാണ് അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ കാണിക്കുന്നത്? ഒരാളുടെ ഏതെങ്കിലും ഒരു പിക്ക് എടുത്ത് വെച്ച് ഇന്ന ആളുടെ ഫോട്ടോ എന്ന് പറഞ്ഞ് എന്തിനാണ് കുട്ടികളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്നത്? ഓക്കെ, തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്തിനാണ്? It will be a gross injustice to Vakam Maulavi and his visionary journalist attempts if we do not tell his story in the right earnest. So, ഇവിടെ സബിൻ ഇക്ബാൽ പറയുന്നത് വൈ ഹീ ഈസ് റൈറ്റിംഗ് ദിസ് ഓട്ടോബയോഗ്രഫിക്കൽ എസ്സേ. ഇങ്ങനൊരു എസ്സേ എഴുതാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, ഇത്രയധികം സമൂഹത്തിന് ഉന്നമനം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ, അയാളുടെ പത്രപ്രവർത്തനത്തിൻ്റെ എഫേർട്സ്, നമ്മൾ പറഞ്ഞു ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടൊരു ഒരു പത്രം എന്നുള്ള ആയുധം കൊണ്ട് ജനങ്ങളെ സാക്ഷരവൽക്കരിക്കാൻ അല്ലെങ്കിൽ അവരെ ബോധവൽക്കരിക്കാനായിട്ട് തുടങ്ങിയ ഒരാളാണ് ഇയാൾ. സോ ഇയാളുടെ കഥ ആരും അറിയാതെ പോകരുത്, ഇയാളുടെ കറക്റ്റായിട്ടുള്ള സ്റ്റോറി ആരും അറിയാതെ പോകരുത് എന്ന് വെച്ചിട്ടാണ് ഹീ ഈസ് മേക്കിംഗ് എ സീരിയസ് അറ്റംപ്റ്റ്. So when he died at the relatively young age of 58, he was in debt. So we should know that. അതായത് സബിൻ ഇക്ബാൽ പറയുന്നത് നമ്മൾ അറിയണം, അയാൾ 58-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കണ സമയത്ത് അദ്ദേഹം കടത്തിലായിരുന്നു. ദ സ്റ്റോറി ഓഫ് വക്കം മൗലവി ഈസ് നോട്ട്
should not be an appendix to another one else's story. So ഇവിടെ സബിൻ ഇക്ബാൽ അയാളുടെ ഒരു രോഷം കൂടെ, ഒരു ആത്മരോഷം കൂടിയും പറയുന്നുണ്ട്. അതായത് എൻ്റെ ഉപ്പാപ്പയുടെ പത്രത്തിൽ കൂടെയാണ് സ്വദേശാഭിമാനി എന്നുള്ള ടൈറ്റിലോട് കൂടി രാമകൃഷ്ണപിള്ള ഫേമസ് ആവുകയും എന്നാൽ അതിനെ കണ്ടുപിടിച്ച ഫൗണ്ടിങ് ഫാദറായിട്ടുള്ള എൻ്റെ ഉപ്പാപ്പ ആരും അറിയാതെ പോവുകയും ചെയ്യുന്നു. സോ ഹീസ് എക്സ്പ്ലിസിറ്റ്ലി മേക്കിംഗ് ഹിസ് ആങ്കർ അതാണ് പറയുന്നത്. അതായത് മറ്റുള്ളൊരാളുടെ എനിവൺ സ്റ്റോറിയുടെ, മറ്റൊരാളുടെ സ്റ്റോറിയുടെ അപ്പൻഡിക്സ് ആയിട്ട് വക്കം മൗലവിയുടെ സ്റ്റോറി അറിയാൻ പാടില്ല. ദ സ്റ്റോറി ഓഫ് വക്കം മൗലവി ഈസ് നോട്ട് ആൻഡ് ഷുഡ് നോട്ട് ബി ആൻ അപ്പൻഡിക്സ് ടു അനദർ വൺസ് സ്റ്റോറി. ഇറ്റ് വാസ് റെയിനിങ് ഹാർഡ് ഓൺ ദാറ്റ് ജൂലൈ ആഫ്റ്റർനൂൺ. സോ നമ്മൾ തുടങ്ങിയത് ഓർമ്മയുണ്ടല്ലോ, വെൻ വി സ്റ്റാർട്ട് ദിസ് ദ റൈറ്റർ ഹി വാസ് ഡ്രൈവിംഗ് പാസ് ദ പാളയം ടേൺ ആൻഡ് ഹി സോ ദ മാർട്ടിയേഴ്സ് കോർണർ അല്ലേ. അവിടെ രാമകൃഷ്ണപിള്ളയുടെ സ്റ്റാച്യു കാണുമ്പോഴാണ് ഇതൊക്കെ ഓർക്കുന്നത്. സോ ദിസ് എസ്സേ എൻഡിങ് വിത്ത് ദ സെയിം ഒക്കേഷൻ ലൈക്ക് ഇറ്റ് വാസ് റെയിനിങ് ഹാർഡ്. ഇറ്റ് വാസ് റെയിനിങ് ഹാർഡ് ആ ഫ്രേസ് മാത്രം ഈ ചിന്ത നല്ല മഴയുള്ളപ്പോൾ ഈ മനസ്സിലും ഈ ഒരു ചിന്ത വരികയാണ്. ഇത്രയും വലിയ ഒരു ആൾ എൻ്റെ ഒരു വലിയൊരു കാര്യം ചെയ്തിട്ടും അയാളെ എല്ലാവരും മറന്നിരിക്കുന്നു എന്ന ചിന്ത മഴ പെയ്ത് തിമിർക്കുന്ന അതേ സ്ട്രെങ്ത്, അതേ ഒരു പവറോട് കൂടിയിട്ട് ഇയാളുടെ മനസ്സിലും പെയ്യാണ്. സോ ഓൺ ദാറ്റ് ജൂലൈ ആഫ്റ്റർനൂൺ ആൻഡ് ഐ സോ ദ ഗ്രാനൈറ്റ് പ്ലാക്ക് ഓഫ് സ്വദേശാഭിമാനി നെക്സ്റ്റ് ടു ദ ബസ്റ്റ് ഓഫ് രാമകൃഷ്ണ പിള്ളൈ ഫാളൺ ഓഫ് ദ വാൾ. സോ അവിടെ ഒരു സ്വദേശാഭിമാനിയുടെ ഫസ്റ്റ് പേജിൻ്റെ ഒരു പ്ലാങ്ക് വെച്ചിട്ടുണ്ട്. അത് മതിലുമെന്ന് അടർന്നു വീണിക്കണതും ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഹി ഈസ് കൺക്ലൂഡിങ് ദി എസ്സേ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വൺ.